ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് മിനിമം ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കേരള സർക്കാർ കമ്പനികളിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് ജോലി നേടാം എന്ന റിക്രൂട്ട്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. വീഡിയോയിലേക്ക് നോക്കുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം. കേരള സർക്കാർ കമ്പനികളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. വേരിയസ് ഗവൺമെൻറ് ഓണേഡ് കമ്പനീസ്, കോർപ്പറേഷൻസ്, ബോർഡ്സ്, അതോറിറ്റീസ്, സൊസൈറ്റീസ് ഇപ്പോൾ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. മിനിമം ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റുകളിലായി മൊത്തം വേരിയസ് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കാം. നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഈ ജോലിക്ക് ഓൺലൈനായി 2024 ഏപ്രിൽ 1 മുതൽ 2024 മെയ് 2 വരെ അപേക്ഷിക്കാം. ഇതിലേക്കുള്ള മറ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ഥാപനത്തിൻ്റെ പേര് വേരിയസ് ഗവൺമെൻറ് ഓണേഡ് കമ്പനീസ്, കോർപ്പറേഷൻസ്, ബോർഡ്സ്, അതോറിറ്റീസ്, സൊസൈറ്റീസ്. ജോലിയുടെ സ്വഭാവം കേരള ഗവൺമെൻറ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. കാറ്റഗറി നമ്പർ 0424/2024. തസ്തികയുടെ പേര് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ്. ഒഴിവുകളുടെ എണ്ണം വേരിയസ്. ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള. ഇതിലേക്കുള്ള സാലറി പറയുന്നത് 25,000, 45,000. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട തീയതി 2024 ഏപ്രിൽ 1 മുതൽ 2024 മെയ് 2 വരെയാണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുക്കാം. ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് പ്രായപരിധി പറയുന്നത് 18 to 36 വയസ്സാണ്. ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ്. മിനിമം യോഗ്യത 7ാം ക്ലാസ് ഡ്രൈവിംഗ് പരിചയം. 7ാം ക്ലാസ് പാസ്സായിരിക്കണം, ഡ്രൈവിംഗ് പരിചയം ഉണ്ടായിരിക്കണം. ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം? ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.government.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. ഓരോ തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ 31/12/2013 ശേഷം എടുത്തതായിരിക്കണം. ഇതിലേക്ക് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. അപേക്ഷാ സമർപ്പണത്തിനു ശേഷം അപേക്ഷയിൽ മാറ്റം വരുത്തുവാനോ വിവരങ്ങൾ ഒഴിവാക്കാനോ കഴിയുകയില്ല. ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അവസാന തീയതി 2024 മെയ് 2 വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.